കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഇങ്ങനെ പെരുമാറാൻ പാടുണ്ട് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട്? ഇവിടെ വില നടന്നത് എന്തെല്ലാം കാപട്യം നിറഞ്ഞ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയത്, എന്തെല്ലാം തെറ്റായ പ്രചരണ ഘോഷങ്ങളാണ് നടത്തിയത്. അത് നല്ല കാര്യമില്ല, ന്യായമായ കാര്യമല്ല. പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായൊരു കാഴ്ചപ്പാടിൻ്റെയും പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഞങ്ങൾ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ പാർട്ടി ഒരു തരം ഭീഷണിയുടെ മുന്നിൽ കീഴടങ്ങില്ല. പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഒരാൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്കെതിരായി വരുമ്പോൾ അത് ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എതിരായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയും എന്ന കാര്യം മറന്നു പോകണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരാൾക്കും മുന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർത്തോളണം. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ തെരുവിലാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് വീണത്. ഈ റോട്ടിലാണ് സഖാവ് പൗലോസ് കുത്തേറ്റ് മരിച്ചു വീണത്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലെ ഒരു തരി മണ്ണിടാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാർ. ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ വർഗീയവാദികളും ഒരുമിച്ചിരിക്കുക. എല്ലാ വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരുമിച്ചിട്ടുണ്ട്. UDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഈ വർഗീയവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വലിയ തോതിൽ പണം ചിലവഴിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ലക്ഷ്യമാണുള്ളത്: കേരളത്തിലെ ഭദ്രമായ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം. ഒരുപാട് മനുഷ്യന്റെ രക്തവും ജീവനും നൽകിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്: കൂലിക്ക് വന്ന ഒരാളും ഇവിടെയില്ല എന്നതാണ്. ഒരാളില്ല. അവര് വന്നതാ ഇവിടെ. അവര് നാളെയും വരും, മറ്റന്നാളും വരും. ഈ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ജീവന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരും. ആ മനുഷ്യരാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്. ആ മനുഷ്യരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായി അതിൽ കുറവ് വരുന്നിടത്ത് കുറവ് പരിഹരിച്ച് കേരളത്തിലെ CPIM ജനങ്ങൾക്കൊപ്പം നിൽക്കും. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. ഞങ്ങൾക്ക് പെശക് പറ്റിയാൽ ജനങ്ങളോട് തുറന്നു പറയും. ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷമില്ലാത്തൊരു ഇന്ത്യ നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഇതിനേക്കാൾ വളരേണ്ട ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ തിളങ്ങുന്ന കരുത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിൻ്റെ 8 സംവത്സര കാലത്തെ ഭരണമുണ്ടാക്കിയ മഹാനന്മകളെ തല്ലിക്കെടുത്തുക, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, ലോകത്തെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനുവേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുക. അത് വാങ്ങിച്ചവർ നമുക്ക് നേരെ ആക്രോശിക്കുക. അങ്ങനെ തകർക്കുക. എന്നതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വർഗശത്രുവിൻ്റെ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗശത്രുവായി തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. നമുക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. നിലമ്പൂരിലെ പാർട്ടി, മലപ്പുറത്തെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച പാർട്ടിയാണ്. ചെറിയൊരു പാർട്ടിയായി തുടങ്ങിയ പാർട്ടിയാണ്. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച കാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോൾ നമുക്കുള്ളത്. അതിനേക്കാൾ വലിയ ബഹുജന സ്വാധീനമുള്ള പാർട്ടിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പാർട്ടി. ലീഗിൻ്റെ നെടുങ്കോട്ടയിൽ ആരൊക്കെയാണ് നമ്മൾ തോൽപ്പിച്ചതെന്നൊന്നും ഞാനൊരു വീരവാദം പോലെ പറയുന്നില്ല. അതൊരു സത്യമാണ്. ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകളുടെ പിന്തുണയും സഹായവും നമുക്ക് കിട്ടി. ഇനിയും കൂടുതൽ ആളുകൾ കടന്നു വരണം. ഇനിയും കൂടുതൽ സ്വതന്ത്രന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരണം. നല്ല മനുഷ്യർ കടന്നു വരണം. അവർക്കായി തുറന്നിട്ട ഒരു വാതിലാണ് ഈ CPIM. മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട്
കരുത്തോടുകൂടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നാം മുന്നോട്ട് പോകും.